നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പോട് കൂടിയായിട്ടാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതുമാത്രമല്ല സൂപ്പർ കപ്പ് ഒക്ടോബർ 25-ാം തീയതി തന്നെ ആരംഭിക്കുമെന്നൊരു കൺഫർമേഷൻ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ പല മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ ഒരു AFFൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ തന്നെ വരികയും പിന്നീട് ഗ്രൂപ്പുകൾ തിരികുകയും ഫിക്സ്ചേഴ്സ് വരെ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ള ഗ്രൂപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് ഹൈദരാബാദ് FC, മുംബൈ സിറ്റി FC ആൻഡ് ഐ ലീഗിൽ നിന്ന് രാജസ്ഥാൻ യുണൈറ്റഡ് FC എന്നിവരാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുള്ള എങ്കിൽ പോലും നന്നായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുവാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് നിലവിലുള്ളത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്ന ടീമുകൾക്കായിരിക്കും സെമി ഓപ്ഷൻ, അതായത് സെമി ഫൈനൽ ലഭിക്കുക. സെമി ഫൈനലിൽ കളിച്ചെങ്കിൽ മാത്രമേ ക്ലബ്ബുകൾക്ക് തുടർന്ന് എന്താ പറയുക മറ്റു തരത്തിലുള്ള ഫൈനൽ തുടങ്ങിയ പ്ലേ ഓഫുകൾ കളിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുമാത്രവുമല്ല നിലവിൽ ഗ്രൂപ്പുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ക്ലബ്ബുകളുടെ മത്സരങ്ങളുടെ ഡേറ്റുകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം വരുന്നത് ഒക്ടോബർ 30-ാം തീയതിയാണ്. അതും രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെ ആയിരിക്കും ഈ ഒരു മത്സരം വരിക. പിന്നീട് 3-ാം തീയതിയും 6-ാം തീയതിയുമാണ് ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങൾ വരിക. അതായത് മുംബൈ സിറ്റി FCക്കെതിരെയും ഹൈദരാബാദ് FCക്കെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങൾ വരുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു പ്രകടനം തന്നെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പോരാത്തതിന് ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനു വേണ്ടിയുള്ള, അതായത് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായതാണ് മുൻപത്തെ വീഡിയോയിലൊക്കെ തന്നെ പ്രീ സീസൺ ആരംഭിക്കുമെന്നുള്ളത്. സോ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ ഒരു കാര്യത്തിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്നത്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഴ്സിൽ തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ 7-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ആരംഭിക്കുമെന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമും ക്രൂ മെമ്പേഴ്സും ഒക്കെ തന്നെ നിലവിൽ ഗോവയിലേക്ക് ചേക്കേറുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് എല്ലാ വിദേശ താരങ്ങളും, അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 വിദേശ താരങ്ങളാണ് ഉള്ളത്, ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഡുസാൻ ലെഗാട്ടർ ആവട്ടെ, അതും പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന നോഹ സദോയി ആവട്ടെ, ഈ 3 വിദേശ താരങ്ങളാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രോപ്പർ വിദേശ സ്ട്രൈക്കർ ഇല്ലാതെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടി അരങ്ങേറുവാനായിട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ പോലും ഒരു മികച്ച ഇന്ത്യൻ ടീമിനെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉള്ളതിനാൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു പ്രകടനം തന്നെ ഡേവിഡ് കറ്റാലയുടെ കീഴിൽ പുറത്തെടുക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില മോശം പ്രകടനം നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സൂപ്പർ ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് കളിച്ച ടൂർണമെൻറ്റും സൂപ്പർ കപ്പാണ്, നിലവിൽ കളിക്കുവാനായിട്ട് പോകുന്ന ടൂർണമെൻറ്റും സൂപ്പർ കപ്പാണ്. ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിന് ഡ്യൂറൻ കപ്പ് കളിക്കാമായിരുന്നതാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പ് കളിക്കാതെ മാറി നിന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിലവിൽ പുറത്തെടുക്കേണ്ട അല്ലെങ്കിൽ കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തങ്ങളുടെ ക്ലബ്ബ് നിലവിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. സോ ആ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ വളരെ വലിയ പ്രതീക്ഷകളാണ് നിലവിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ഒരു ISL ടീമായിട്ട്, ISL ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൂർണമെൻറ്റുകളിൽ കളിച്ച് നിലനിൽക്കുന്ന ഒരു ടീമായി മാത്രം, അല്ലെങ്കിൽ ISLന് വേണ്ടി മാത്രം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതിന് പകരം പല ലീഗുകളിലും, ഇതുപോലുള്ള പല ലീഗുകളിലും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കൊടുത്ത് എല്ലാ കപ്പുകളിലും, അതായത് ടൂർണമെൻറ്റിലും ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ആദ്യത്തെ കിരീടം നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. മറിച്ച് അത് ISL കിരീടമാവണമെന്നില്ലെങ്കിൽ പോലും, അത് സൂപ്പർ കപ്പ് ആണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരു വലിയൊരു കാര്യം തന്നെയായിരിക്കും. കാരണം ഒരു നിലവിലൊരു ട്രോഫിലെസ് ആയിട്ടുള്ള ഏക ISL ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. സോ ആ സാഹചര്യത്തിൽ ഒരു ആദ്യത്തെ കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇറങ്ങേണ്ടത് എന്നാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. പോരാത്ത തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ ഈ ഒരു പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുമാത്രവുമല്ല നിലവിൽ ISLൻ്റെ കാര്യത്തിലും ഏകദേശം ഒരു കൺഫർമേഷൻ ലഭിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഡിസംബറിലെ ആദ്യത്തെ അല്ലെങ്കിൽ 2-ാമത്തെ വീക്കിൽ ISL ആരംഭിക്കുമെന്ന തരത്തിലും നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി നിലവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള വേയിൽ തന്നെയാണ്. നമുക്ക് ഉടൻ തന്നെ അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാനാണ്.